നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ഫോണിലെ വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആൻഡ്രോയിഡിൻ്റെ ട്രിക്സ് ആൻഡ് ടിപ്സിനെ കുറിച്ചാണ്. നമ്മൾ പറയുന്ന ട്രിക്സ് ആൻഡ് ടിപ്സ് നിങ്ങൾക്ക് ഏത് ട്രിക്സാണ് കൂടുതൽ യൂസ്ഫുൾ ആയത് അത് കമൻറ്റായി രേഖപ്പെടുത്താനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മളിവിടെ ആദ്യം തന്നെ നോക്കുന്നത് നമ്മുടെ ഹോം സ്ക്രീനിൽ നമുക്ക് ഗൂഗിളിൻ്റെ തന്നെ ഏറ്റവും പുതിയതായി വന്നിട്ടുള്ള ഒരു പുതിയ വിഡ്ജറ്റിനെ കുറിച്ചാണ്. ക്വിക്കലി സെർച്ച് എന്നാണ് ഈ വിഡ്ജറ്റിൻ്റെ പേര്. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഫോണിലെ ഹോം സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വിഡ്ജറ്റ്സ് എന്ന ഭാഗം ജസ്റ്റ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഗൂഗിൾ എന്ന് കാണാം. അവിടെ ഗൂഗിൾ എന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഗൂഗിളിൻ്റെ ക്വിക്കലി സെർച്ച് ബൈ ടെസ്റ്റ് എന്നുള്ള ഭാഗം നമ്മളിവിടെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നമ്മളിവിടെ ഗൂഗിൾ സെർച്ച് ഓപ്പൺ ചെയ്യുക. നമ്മളുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലുള്ള നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും താഴെ കാണാം കസ്റ്റമൈസ് സെർച്ച് വിഡ്ജറ്റ് എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു കസ്റ്റമൈസിൻ്റെ ഒരു ഇൻ്റർഫേസാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളിവിടെ സിസ്റ്റം, ലൈറ്റ്, ഡാർക്ക്, ഡിവൈസ് അതേപോലെ നമുക്ക് കസ്റ്റം ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഏത് കളറാണ് വേണ്ടത് അതൊക്കെ നമുക്കിവിടെ ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഷോർട്ട് കട്ട്സ് എന്നുള്ള ഒരു പുതിയൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ നമ്മൾ നേരത്തെ എനേബിൾ ചെയ്ത വിഡ്ജറ്റ്സിൽ ഇവിടെ ഷോർട്ട് കട്ടായിട്ട് ആഡ് ചെയ്യേണ്ടത് അതിവിടെ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മാറുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളുടെ ഹോം സ്ക്രീനിലേക്ക് പോയത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മളുടെ വിഡ്ജറ്റ്സിൽ അത് ആഡ് ആയതായിട്ട് കാണാം. അടുത്തതായി നമ്മൾ നോക്കുന്നത് നമ്മളുടെ കീബോർഡിൽ വന്നിട്ടുള്ള ഒരു ക്ലിപ്പ് ബോർഡിലുള്ള ഒരു അടിപൊളി ഫീച്ചറിനെ കുറിച്ചാണ്. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മളുടെ കീപാഡ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ജസ്റ്റ് സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം നമ്മളിവിടെ ക്ലിപ്പ് ബോർഡ് ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ 3 ഓപ്ഷൻസ് നമ്മൾ എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തില്ല ഇപ്പോൾ. അതിനുശേഷം അത് നമുക്ക് വാട്സപ്പിൽ അപ്പോൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എൻ്റെ തന്നെ ഒരു പ്രൊഫൈൽ എടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ജസ്റ്റ് മെസ്സേജ് എന്ന ഭാഗത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രീൻഷോട്ടിൻ്റെ ഓപ്ഷൻ വരും. നമ്മൾ അത് ഇപ്പോൾ ഗാലറിയിലേക്ക് പോയിട്ട് സെലക്ട് ചെയ്തതിൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ ഓൾറെഡി തന്നെ നമ്മൾ ആ മെസ്സേജിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ട് കൂടെ കാണിക്കും. അതിൽ ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീൻഷോട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാനാണെങ്കിൽ പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അടുത്തതായി നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഗൂഗിൾ ക്രോമിൽ വന്നിട്ടുള്ള ഒരു പുതിയ പ്രൈവസി ഫീച്ചറിനെ കുറിച്ചാണ്. അതിനുവേണ്ടി നമുക്കിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ 3 ഡോട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിലേക്ക് പോകാം. അതിനുശേഷം നമ്മളിവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഭാഗം സെലക്ട് ചെയ്ത് നമുക്കിവിടെ ലോക്ക് ഇൻകോഗ്നിറ്റോ ടാബ് വെൻ യു ലീവ് ക്രോം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഗൂഗിളിൽ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അത് നമ്മൾ ലോക്ക് ഇൻകോഗ്നിറ്റോ ടാബ് ഉപയോഗിച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്കൊരു ലോക്ക് കോഡ് കൊടുക്കാനായിട്ട് സാധിക്കും. ആ ലോക്ക് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളിപ്പോൾ നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ടാണെങ്കിൽ ശരി, എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് നമ്മൾ ഫോൺ അവിടെ വെച്ച് പോകുന്ന സമയത്ത് നമ്മളുടെ ഫോൺ മറ്റൊരാൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഹിസ്റ്ററി അവർക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോക്ക് ഇൻകോഗ്നിറ്റോ ടാബിലായിരിക്കും. അപ്പോൾ നമ്മളവിടെ ഇപ്പോൾ ഞാൻ പറയാം എങ്ങനെയാണ് ലോക്ക് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മളവിടെ ലോക്ക് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളുടെ സെർച്ച് ഹിസ്റ്ററി ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അവർക്ക് ലോക്ക് കോഡ് ചോദിക്കും. അത് എനേബിൾ ചെയ്താൽ മാത്രമേ അവർക്ക് അത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കൂ. അതിനാണ് ഇൻകോഗ്നിറ്റോ ടാബ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ട്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ലോക്ക് ഇൻകോഗ്നിറ്റോ ടാബിൽ അത് പ്രൈവസി ഉള്ളതുകൊണ്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡിൽ അത് ബ്ലാക്ക് ആയിട്ട് സ്ക്രീനായിട്ടാണ് കാണിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളുടെ സ്ക്രീൻ ലോക്ക് കോഡ് ഇവിടെ ചോദിക്കും. അത് എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമുക്കിവിടെ ന്യൂ ടാബ് ഉണ്ട്, അതേപോലെ തന്നെ ന്യൂ ഇൻകോഗ്നിറ്റോ ടാബ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ന്യൂ ഇൻകോഗ്നിറ്റോ ടാബ് സെലക്ട് ചെയ്ത് ആ പാസ്വേഡ് അവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ഫോൺ ആരെങ്കിലും പെട്ടെന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇൻകോഗ്നിറ്റോ ടാബ് അവർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് പാസ്വേഡ് ചോദിക്കും, അല്ലാതെ അവർക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വളരെ അടിപൊളി ഒരു പ്രൈവസി ഫീച്ചറാണ്. എല്ലാവരും മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായി നമ്മൾ നോക്കുന്നത് ഇവിടെ ഗൂഗിൾ കോൺടാക്ട്സിൻ്റെ സിങ്ക് എന്നുള്ള ഒരു ഓപ്ഷനെ കുറിച്ചാണ്. അതിനുവേണ്ടി നമുക്കിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ സെർച്ച് ബാറിൽ ജസ്റ്റ് ഗൂഗിൾ കോൺടാക്ട്സ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക.
അപ്പോൾ നമുക്കിവിടെ ഗൂഗിൾ കോൺടാക്ട്സ് സിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാം ഗൂഗിൾ കോൺടാക്ട്സ് സിങ്ക്. കീപ്പ് യുവർ കോൺടാക്ട്സ് സിങ്ക്ഡ് വിത്ത് ഗൂഗിൾ കോൺടാക്ട്സ് നമ്മളുടെ ജിമെയിൽ ഐ ഡി സോ യു നെവർ ലൂസ് ദം. അപ്പോൾ നമ്മളുടെ കോൺടാക്ട്സ് ഇപ്പോൾ എങ്ങനെയെങ്കിലും മിസ്സായി പോവുകയോ അല്ലെങ്കിൽ നമ്മളുടെ ഫോൺ നഷ്ടപ്പെടുകയോ ചെയ്താൽ നമ്മളുടെ കോൺടാക്ട്സ് നമ്മളുടെ ജിമെയിൽ ഐ ഡിയിൽ സേവ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്കിവിടെ കാണാം സ്റ്റാറ്റസ് നമ്മൾക്കിവിടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കിൽ നമുക്കിവിടെ ഓട്ടോ സിങ്കർണൈസ്ഡ് ഡിവൈസ് കോൺടാക്ട്സ് എനേബിൾ ആണോ എന്ന് ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ കോൺടാക്ട്സ് നമ്മളുടെ ഫോൺ എവിടെയെങ്കിലും മിസ്സാവുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കോൺടാക്ട്സ് നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ChatGPT നമ്മുടെ വാട്സപ്പിൻ്റെ കോൺടാക്ട്സ് ലിസ്റ്റിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമുക്കിവിടെ WHATSGPT എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ WhatsGPT എന്നുള്ളൊരു വെബ്സൈറ്റ് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ സ്റ്റാർട്ട് വാട്സപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിനുശേഷം നമ്മളുടെ മെയിൻ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് അതിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ WhatsGPT നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ChatGPTയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തായി നമ്മൾ നോക്കുന്നത് സർക്കിൾ ടു സെർച്ച് എന്നുള്ള വളരെ അടിപൊളി ഫീച്ചറിനെ കുറിച്ചാണ്. ഇത് നമ്മളുടെ ഫോണിൽ ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. വളരെ അടിപൊളി ഫീച്ചറാണ്. ഇപ്പോൾ നമുക്ക് നമ്മൾ ഫോട്ടോയിൽ ഏതെങ്കിലും ഫോട്ടോ കാണുന്ന സമയത്ത് അതിലുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമായിട്ട് അത് എന്താണ് അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് സർക്കിൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് വളരെ അടിപൊളി രീതിയിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നമ്മളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അതിന് മുൻപ് ചെയ്തിരുന്നു. സർക്കിൾ ടു സെർച്ച് എങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുക എന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ പോയി അത് കാണാനായിട്ട് സാധിക്കും. അടുത്തായി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫോണിലെ ക്യാമറയിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഫീച്ചറിനെ കുറിച്ചാണ്. അതിനുവേണ്ടി നമുക്കിവിടെ ജസ്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ അത്യാവശ്യമായിട്ട് ആർക്കെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അപ്പോൾ നമുക്കിവിടെ നമ്മളുടെ ഫോണിൽ തന്നെ ഇങ്ങനെ സ്കാൻ ചെയ്ത് ഏത് ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ക്യാമറയെ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് വളരെ അടിപൊളിയായിട്ട് ഇതേ രീതിയിൽ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. വളരെ അടിപൊളി ഫീച്ചറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ആപ്ലിക്കേഷനിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ കാണാം ഈ ഓഫർ ഫ്ലിപ്കാർട്ട് അതേപോലെ തന്നെ ആമസോൺ, മിന്ത്ര എന്നിവയിൽ നോക്കി നമുക്ക് ഇങ്ങനെ ഓഫറുകൾ വരുന്നത് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ആപ്പ് ഇൻഫോയിലേക്ക് പോയതിന് ശേഷം നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും റിമൈൻഡർ ടു റീസ്റ്റോക്ക്, റിമൈൻഡർ ഫോർ ഗെയിംസ്, ഫ്ലിപ്കാർട്ട് ഐഡിയാസ്, പ്രൊഫൈൽ അപ്ഡേറ്റ്. അതിനുശേഷം നമുക്കിവിടെ ഓഫർ സോൺ, വെൽക്കം ഓഫേഴ്സ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരിക ഓഫർ വരുമ്പോഴാണ് കൂടുതലായിട്ട് നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ജസ്റ്റ് ഓഫർ സോണും അതുപോലെ തന്നെ വെൽക്കം ഓഫറും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ ഡിസേബിൾ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തീരെ നോട്ടിഫിക്കേഷൻ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലുള്ള ഓൾ ഫ്ലിപ്കാർട്ട് നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും പിന്നീട് നോട്ടിഫിക്കേഷൻ വരികയില്ല. അപ്പോൾ ഇത്ര നേരം വീഡിയോ വേണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഞാനിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.